കേസുകൾ കൊണ്ട് പ്രസിദ്ധി നേടുക എന്ന ഒരു കാര്യം അറിഞ്ഞും അറിയാതെയുമൊക്കെ രാഷ്ട്രീയത്തിൽ സംഭവിക്കാറുണ്ട്. അങ്ങനെ അറിയാതെ പ്രസിദ്ധി വർദ്ധിച്ചു വരുന്ന ഒരാളാണ് സുരേഷ് ഗോപി. സുരേഷ് ഗോപിക്ക് വലിയ പ്രസിദ്ധിയുടെ ആവശ്യമൊന്നും കേരളത്തിൽ ഇപ്പോഴില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രസക്തി കൂടെ നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്വാൻ നമ്മളുടെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. പിണറായി വിജയൻ കൂടെ ഇടപെട്ട് സുരേഷ് ഗോപിയുടെ പേരിൽ ഒരു സാധാരണ നാട്ടിൻപുറത്തെ ഭാഷയിൽ പറഞ്ഞാൽ പെണ്ണ് കേസ്, അങ്ങനൊരു കേസ് രജിസ്റ്റർ ചെയ്തു. ഒരു പെൺകുട്ടിയുടെ തോളത്ത് കൈവച്ചു. അത് നമ്മളെല്ലാം ആ വീഡിയോയിൽ കണ്ടതാണ്. ഈ പറയുന്ന വലിയ കാര്യമല്ലാത്ത ഒരു കാര്യം. എല്ലാ സ്ഥലത്തും BJPക്ക് വോട്ട് കിട്ടുന്നു, കേരളത്തിൽ സീറ്റ് കിട്ടുന്നില്ലല്ലോ എന്നുള്ള ചോദ്യം, അതൊക്കെ കിട്ടുമെന്നേ നമുക്ക് നോക്കാമെന്ന് മറ്റോ പറഞ്ഞിട്ട് സുരേഷ് ഗോപി ലഘുവായിട്ട് തോളത്തുനിന്ന് കൈവയ്ക്കുന്നു. അപ്പോൾ ആദ്യം കേസ് വന്നത് ദുരുദ്ദേശത്തോടെ, ലൈംഗികമായ ദുരുദ്ദേശത്തോടെ തോളത്ത് കൈവച്ചു, സ്പർശിച്ചു എന്ന് പറഞ്ഞാണ് കേസ്. ആ കേസ് തന്നെ നമ്മളുടെ പത്രപ്രവർത്തകരിൽ ചിലർ ഗൂഢാലോചന നടത്തി, മീഡിയ വണ്ണിൻ്റെ മാനേജ്മെൻറ്റിൽ സ്വാധീനം ചെലുത്തി അവർ ഈ പെൺകുട്ടിയെ നിർബന്ധിച്ച് കുടിപ്പിച്ചതാണ്. കാരണം ഉച്ചയ്ക്ക് നടന്ന സംഭവം രാത്രി 12:45 മീഡിയ വൺ തന്നെ കാണിക്കുന്നത്. അതുപോട്ടെ, ആ ഗൂഢാലോചനയൊക്കെ നടന്നു. അത് കഴിഞ്ഞു, അതേ ചൊല്ലി ബഹളമായി. അപ്പോൾ അതിൽ സുരേഷ് ഗോപി പ്രതികരിച്ചു. പ്രശ്നമായി. സുരേഷ് ഗോപിയെ വിളിച്ച് വരുത്തി ചോദ്യം ചെയ്തു. അവിടെ ആളുകൂടി, വൻ ബഹളം ഒക്കെ കഴിഞ്ഞു. അതങ്ങ് തണുത്ത് കഴിഞ്ഞപ്പോൾ പിണറായി വിജയന് തോന്നി, ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. സുരേഷ് ഗോപി തൃശ്ശൂർ മത്സരിക്കുന്ന ആളല്ലേ, മത്സരിക്കാൻ പോകുമല്ലേ. അപ്പോൾ വീണ്ടും അദ്ദേഹത്തിൻ്റെ പ്രസക്തി പൊതുരംഗത്ത് കൊണ്ടുവരണം, അദ്ദേഹത്തെപ്പറ്റി ചർച്ചകൾ നടക്കണം. ഈ ചർച്ച നടന്നു കഴിഞ്ഞാൽ അതിൽ ജയിക്കാൻ പോകുന്നത് സുരേഷ് ഗോപിയാണ്. കാരണം വിഷ്വൽ നമ്മുടെ എല്ലാം മുമ്പിൽ ഇരിക്കുന്നു. ആര് കണ്ടു കഴിഞ്ഞാലും ഒരു തരക്കേടുമില്ല ആ കാര്യത്തിൽ. ഇത് പ്രസക്തിയിലേക്ക് കൊണ്ടുവരാനായിട്ട് എടുത്ത മാർഗം കടുപ്പപ്പെട്ട മാർഗമാണ്. നേരത്തെ ഇട്ടിരുന്നത് IPC 354 അതിൻ്റെ 1-ാം ഉപവകുപ്പ്. ആ ഉപവകുപ്പിന് 2 ചെറിയ ഉപവകുപ്പുകളുണ്ട്, 1ഉം 4. ഇത് വെച്ചാണ് കേസെടുത്തിരുന്നത്. അത് സ്റ്റേഷൻ ജാമ്യം കൊടുക്കാവുന്ന വകുപ്പാണ്. അതായത് അശ്ലീല ഉദ്ദേശത്തോടുകൂടി ശരീരത്തിൽ സ്പർശിക്കുക, ഇതായിരുന്നു ആദ്യത്തെ കേസ്. ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ക്രിമിനൽ ഫോഴ്സ് ഉപയോഗിച്ച് ലൈംഗിക ആവശ്യത്തിനായിട്ട് സ്ത്രീയെ ഉപദ്രവിക്കുക. അതാണ് 354. അത് പണ്ട് മുതലേ IPCയിലുള്ളതാണ്. 354 A, B, C, D ഒക്കെ പിന്നീട് വന്നതാണ്. അത് നമ്മുടെ ഈ നിർഭയ കേസിനൊക്കെ ശേഷം വന്നതാണ്. പലവിധ മീ-ടു കേസുകളൊക്കെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ വകുപ്പുകളൊക്കെ IPCയിൽ ചേർത്തത്. ഒറിജിനൽ വകുപ്പ് ബലാത്സംഗം ചെയ്യണം എന്നുള്ള ദുരുദ്ദേശത്തോടു കൂടി സ്ത്രീയുടെ വസ്ത്രം കീറുക, കയ്യേറ്റം ചെയ്യുക, ക്രിമിനൽ ഫോഴ്സ് ഉപയോഗിക്കുക. അതായത് ബലാത്സംഗത്തിൻ്റെ തുടക്കം. നമ്മുടെ ഈ KP ഉമ്മറൊക്കെ പണ്ട് സിനിമയിൽ അങ്ങനെ അങ്ങ് പോയാലോ എന്നൊക്കെ പറഞ്ഞിട്ട് കയറി പിടിക്കുമല്ലോ. ആ പിടുത്തം പലപ്പോഴും തോളത്തായിരിക്കും, അല്ലെങ്കിൽ കൈക്കായിരിക്കും. അതാണ് ക്രിമിനൽ ഫോഴ്സ് ഉപയോഗിച്ച് അനങ്ങാൻ സമ്മതിക്കാതെ പിടിക്കുക, ബ്ലൗസ് കീറുക, ഇതൊക്കെയാണ്. അപ്പോൾ ഇപ്പോൾ സുരേഷ് ഗോപിയുടെ പേരിൽ പ്ലെയിനായിട്ട് പറഞ്ഞാൽ ചുമത്തിയിരിക്കുന്ന കുറ്റം തോളത്ത് ലൈംഗിക ഉദ്ദേശത്തോടുകൂടി ബലാത്കാരം ചെയ്യാനായിട്ട് പിടിച്ച് ചുരിദാറ് കീറാൻ ശ്രമിച്ചു. ഇതാണ് വ്യാഖ്യാനം. ഈ വകുപ്പിൽ കൃത്യമായിട്ട് ഇങ്ങനെയൊന്നും ആയിരിക്കില്ല എഴുതിയിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ചുരുക്കം ഇതാണ്. ഈ ഒരു കൃത്യം സുരേഷ് ഗോപി ചെയ്തു എന്ന് കോടതിയിൽ എഴുതി കൊടുത്താൽ, കോടതി പ്രഥമ ദൃഷ്ട്യാ എന്താണ് സംഭവം എന്ന് കോടതിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് കോടതി ആളെ വിളിപ്പിക്കും, സമൻസ് അയക്കും, പോലീസിനെ ഈ വകുപ്പ് വെച്ച് അറസ്റ്റ് ചെയ്യാം. അതുകൊണ്ട് സുരേഷ് ഗോപി ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യത്തിനായിട്ട് പോയി. അപ്പോൾ ഇപ്പോൾ പ്രശ്നം വീണ്ടും ചർച്ചയിൽ വന്നു. ഇങ്ങനെയാണ് ഒരാളിനെ ചർച്ചയിലേക്ക് കൊണ്ടുവരുന്നത്. ഈ കൊണ്ടുവരുന്നതിൻ്റെ രാഷ്ട്രീയത്തിൽ ഇതിൻ്റെ ഗുണം കിട്ടാൻ പോകുന്നത് സുരേഷ് ഗോപിക്കാണ്. ഇഞ്ചുവേർഡ് ഇന്നസെൻസ് എന്ന് ഇംഗ്ലീഷിൽ പറയുമല്ലോ, നിഷ്കളങ്കൻ്റെ മുറിവ്. നിഷ്കളങ്കനായ സുരേഷ് ഗോപിക്കേറ്റ മുറിവ് അത് ഏൽപ്പിച്ചതാരാണ്? കേരള പോലീസാണ്. അതിൻ്റെ തലപ്പത്താരാണ്? പിണറായി വിജയനാണ്. ഈ ഇക്വേഷൻ സുരേഷ് ഗോപിക്ക് അനുകൂലമായിട്ട് തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കും. കേസിലൂടെ
ആ പെൺകുട്ടിയും പ്രസിദ്ധയാകും. ഇരയുടെ പേര് പുറത്ത് പറഞ്ഞുകൂടാ എന്നൊരു നിയമം ഉള്ളതുകൊണ്ട് ആ പെൺകുട്ടിയുടെ പേര് ഇപ്പോഴാരും ഉച്ചരിക്കാറില്ല. പക്ഷേ ആ പെൺകുട്ടിയെ കാണുമ്പോഴൊക്കെ അതല്ലേ മറ്റേ സുരേഷ് ഗോപി, ഇങ്ങനെ ആൾക്കാർ പറയും. ആ പെൺകുട്ടി അത് ആസ്വദിക്കുന്നുണ്ടെങ്കിൽ ശരി, എനിക്ക് വിരോധമൊന്നുമില്ല, അതും ആസ്വദിക്കുന്നവരുണ്ട്. നമുക്ക് പറയാൻ പറ്റില്ല, കാരണം പ്രസിദ്ധി ഏത് രീതിയിൽ കിട്ടിയാലും ആസ്വദിക്കുന്നവരുണ്ട്. വലിയ വലിയ ആൾക്കാരുടെ നേർക്ക് കേസ് കൊടുത്തിട്ട് പ്രസിദ്ധരായവരുണ്ട്. രൂപേൻ ബജാജ് എന്ന ഒരു IAS പ്രസിദ്ധിയായത് KPS ഗില്ലിനെതിരെ ഒരു കേസ് കൊടുത്തിട്ടാണ്. സുപ്രീം കോടതി വരെ അവർ ഫൈറ്റ് ചെയ്യുകയൊക്കെ ചെയ്തു. ഇതുപോലത്തെ ഒരു നിസ്സാര കേസായിരുന്നു. ഏതായാലും അങ്ങനെ കേസിലൂടെ ആൾക്കാരെ പ്രസക്തരാക്കുന്ന ഒരു പരിപാടി പിണറായി വിജയൻ്റെ കയ്യിലുണ്ട്. അതിനൊന്നാന്തര ഉദാഹരണം ഇപ്പോഴത്തെ BJP പ്രസിഡൻറ്റ് K. സുരേന്ദ്രനാണ്. വെറുതെ ഇരുന്ന K. സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്ത് 10-32 കേസുകൾ അവിടെ ഇവിടെ പോലീസ് സ്റ്റേഷനിലൊക്കെ ജീപ്പിൽ എഴുന്നള്ളിച്ച് സുരേന്ദ്രൻ കയ്യൊക്കെ വീശി അങ്ങനെ ഒരു വലിയ പൊതുപ്രവർത്തകനായിട്ട് മാറി. അതുപോലെ സുരേഷ് ഗോപി തൃശ്ശൂർ ജയിക്കണം എന്നൊരു വാശി പിണറായി വിജയനുള്ളതുപോലെ തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ വാശി നടക്കട്ടെ, സുരേഷ് ഗോപി തൃശ്ശൂർ ജയിക്കട്ടെ. ഒരു 1/4 നൂറ്റാണ്ട് മുമ്പ് ഞാനും ഇങ്ങനെ പ്രശസ്തനാകാൻ പോയിട്ട് നിന്നു പോയതാണ്. നമ്മുടെ മഹാനായ മാർക്സിസ്റ്റ് ചരിത്രകാരനുണ്ടല്ലോ ഡോക്ടർ KN പണിക്കർ. ഇപ്പോൾ പ്രായമായതുകൊണ്ടാവാം അദ്ദേഹത്തെ അധികം കാണാറില്ല. അദ്ദേഹം EMS സ്മാരക പ്രസംഗം നടത്താനായിട്ട് തിരുവനന്തപുരത്ത് വന്നു. അന്ന് ഞാൻ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ഒരു പ്രസ്താവന കൊടുത്തു. ഇദ്ദേഹത്തിൻ്റെ കൂട്ടാളികളും കൂടെ ICHRൽ നിന്ന് 37 ലക്ഷം രൂപയോ മറ്റോ വാങ്ങിയിട്ട് ഒരു പുസ്തകം തയ്യാറാക്കി കൊടുക്കാമെന്ന് പറഞ്ഞു. ഇതുവരെ അത് കൊടുത്തിട്ടില്ല. ഇത് രാജ്യസഭയിൽ അരുൺ ഷൂറി ചോദ്യം ചോദിക്കുകയും മറുപടി കിട്ടുകയും അതും ബാക്കി കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് അരുൺ ഷൂറി എമിനൻറ്റ് ഹിസ്റ്റോറിയൻസ് എന്ന് പറഞ്ഞ് പുസ്തകം എഴുതുകയും ഒക്കെ ചെയ്ത വസ്തുതയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു, EMSനെ ഒട്ടും ഇഷ്ടപ്പെടുന്ന ആളല്ല ഞാൻ. പക്ഷേ മറ്റെന്ത് കുറ്റം പറഞ്ഞു കഴിഞ്ഞാലും EMSൻ്റെ പേരിൽ അഴിമതി കുറ്റമില്ല, ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ആ EMSനെ അനുസ്മരിക്കാനായിട്ട് ഇങ്ങനെ ഒരു ഷേഡി ക്യാരക്ടറിനെ വിളിച്ചുകൊണ്ട് വന്നത് അനുചിതമായി പോയി. ഇതായിരുന്നു എൻ്റെ പ്രസ്താവനയുടെ കഴമ്പ്. കൃത്യം വാക്ക് ഞാനിപ്പോൾ ഓർക്കുന്നില്ല. ക്ഷുഭിതനായ KN പണിക്കർ എനിക്ക് മാനനഷ്ടത്തിന് ഒരു നോട്ടീസ് അയച്ചു. നിങ്ങൾ പറഞ്ഞ വാക്കുകളൊക്കെ എനിക്ക് മാനനഷ്ടം ഉണ്ടാക്കിയെന്നും എനിക്ക് നഷ്ടപരിഹാരമായിട്ട് 5 ലക്ഷം രൂപ തരണമെന്നും ഒക്കെ പറഞ്ഞിട്ട് ഞാൻ ആദ്യം ഒന്ന് പകച്ചുപോയി. 5 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ അന്ന് ഏകദേശം എൻ്റെ 90 മാസത്തെ ശമ്പളമാണ്. അക്കാലത്ത് 90 മാസത്തെ ശമ്പളം കൂട്ടിയാൽ 5 ലക്ഷം രൂപയാകും. അപ്പോൾ അന്ന് എനിക്ക് വേണ്ടി ശ്രീ P. പരമേശ്വരൻ നമ്മളുടെ ഹൈക്കോടതിയിലെ അഡ്വക്കേറ്റ് K. രാംകുമാർ സാറിനോട് സംസാരിച്ചു. എന്ത് ചെയ്യണം? രാംകുമാർ സാർ പറഞ്ഞു, അതിന് മറുപടി ഞാൻ കൊടുക്കാം, കേസ് വരട്ടെ, ഞാൻ വാദിക്കാം എന്ന് പറഞ്ഞു. ഒരു മറുപടി എഴുതി KN പണിക്കർക്ക് അയക്കാനായിട്ട് എന്നെ ഏൽപ്പിച്ചു. അത് വായിച്ചപ്പോൾ ഞാൻ വീണ്ടും ഞെട്ടി. കാരണം അത് വേറൊരു മാനനഷ്ട കേസായിട്ട് മാറും. ഈ മറുപടി അത്രയ്ക്ക് തീക്ഷ്ണമായ മറുപടിയാണ് രാംകുമാർ സാർ എഴുതിയിരിക്കുന്നത്. രാംകുമാർ സാറിനോട് ഇത്രയും തീക്ഷ്ണത വേണ്ട എന്ന് പറയാനുള്ള ധൈര്യം എനിക്കില്ലതാണ്. എനിക്ക് വലിയ സ്നേഹവും ബഹുമാനമുള്ള ആളാണ്. രണ്ടും കൽപ്പിച്ച് ഞാൻ ആ മറുപടി അയച്ചു. അയച്ചിട്ട് ഞാൻ രാംകുമാർ സാറിനോട് പറഞ്ഞു, സാർ അയച്ചിട്ടുണ്ട്, പക്ഷേ ഇങ്ങനെ ഒരു പ്രശ്നമൊക്കെ അതിലില്ല, ഇനി അതടുത്ത കേസാകുമോ? രാംകുമാർ സാർ പറഞ്ഞു, മോഹൻദാസേ 5 ലക്ഷം രൂപ നമ്മൾ തോറ്റെന്ന് വയ്ക്കുക കേസ്, 5 ലക്ഷം രൂപ കൊടുക്കണം. 5 ലക്ഷം രൂപ കൊടുത്താൽ കിട്ടുന്ന പ്രശസ്തിയാണോ മോഹൻദാസിന് കിട്ടാൻ പോകുന്നത്? KN പണിക്കരുമായിട്ട് കേസ് നടത്തുമ്പോൾ അതിൻ്റെ വിചാരണയുടെ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ എത്ര വലിയ പ്രസിദ്ധനാകും മോഹൻദാസ്. KN പണിക്കർ എന്ന് പറഞ്ഞാൽ വലിയ JNUവിലെ പ്രൊഫസർ, അവിടെ ഇവിടെയൊക്കെ വലിയ ലെക്ചർ അടിക്കുന്നു, വാൻ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു നടുനായകത്വം വഹിക്കുന്ന മനുഷ്യനാണ്. അയോധ്യ സംഭവത്തിനൊക്കെ ശേഷം ഈ കുത്തിത്തിരിപ്പിൻ്റെ ഉസ്താദായിരുന്നു ഇർഫാൻ ഹബീബ്, KN പണിക്കരൊക്കെ, RS ശർമ്മയൊക്കെ. അപ്പോൾ ആ സ്റ്റാറ്റസിലേക്ക് മോഹൻദാസ് ഉയർത്തപ്പെടുകയല്ലേ ധൈര്യമായിട്ടിരിക്കുന്നു. പിന്നെ 5 ലക്ഷം രൂപയല്ല, അത് നമുക്ക് എങ്ങനെയെങ്കിലും ഉണ്ടാക്കാം, കേസ് തോക്കുകയാണെങ്കിൽ. കേസ് ജയിക്കും എന്ന് എനിക്ക് ഉറപ്പാണ് എന്ന് പറഞ്ഞു. പക്ഷേ ബുദ്ധിമാനായ KN പണിക്കർ, അദ്ദേഹത്തിനും ഉണ്ടല്ലോ വക്കീലന്മാർ, അവർ പറഞ്ഞു കാണും, സാറേ കേസ് തോക്കുകയും ചെയ്യും, ആ മോഹൻദാസ് സാറിൻ്റെ സ്റ്റാറ്റസിലേക്ക് വരികയും ചെയ്യും. അത് വേണോ വേണ്ടെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അപ്പോഴത്തേക്ക് ഇദ്ദേഹത്തിൻ്റെ ദേഷ്യവും കുറഞ്ഞു കാണും. ഏതായാലും അദ്ദേഹം കേസിനൊന്നും പോയില്ല. അങ്ങനെ കിട്ടുമായിരുന്ന ഒരു പ്രസിദ്ധി എനിക്ക് നഷ്ടപ്പെട്ടു എന്ന് ഞാൻ ഖേദപൂർവ്വം ഓർക്കുന്നു. ഒരു 1/4 നൂറ്റാണ്ട് മുമ്പുള്ള സംഭവമാണിത്. അപ്പോൾ ഇങ്ങനെ കേസിൽ നിന്ന് പ്രശസ്തരാവാം. ആ പ്രശസ്തി
ആ പെൺകുട്ടിക്കും കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.